ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മാൾച്ചിയുടെ ബർത്ത്ഡേ ആണ്. ഇന്ന് 24-ാം തീയതി, നാളെയാണ് മാൾച്ചിയുടെ ബർത്ത്ഡേ. ജൂലൈ 25-ാം തീയതിയാണ് മാൾച്ചിയുടെ ബർത്ത്ഡേ. അപ്പോൾ മാൾച്ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന് രാത്രി 11 മണിക്ക് 12 മണിക്ക് നമ്മൾ കേക്ക് മുറിക്കാം. പിന്നെ മാൾച്ചേച്ചി അറിയാണ്ട് 2 ഗിഫ്റ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. മാൾച്ചേച്ചി ഞാൻ പറഞ്ഞിട്ടില്ല. ആൻറ്റി ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഒരു വലിയ ബദാമൊക്കെ ഇട്ടേക്കണത് ചോക്ലേറ്റ്. അതെ, കുഞ്ഞാറ്റ മാളും എപ്പോഴും പറയും മറ്റേ BTSന്റെ ഓറിയോ ബിസ്ക്കറ്റ് പുതിയതായിട്ട് ഇറങ്ങി. അപ്പോൾ ഇങ്ങനെ പറയാറുണ്ട് കേട്ടോ, അത് വാങ്ങിത്തായോന്ന്, ഇങ്ങനെ ഓൺലൈനിൽ നിന്ന് വാങ്ങിത്തായോന്ന്. അപ്പോൾ അത് കുഞ്ഞാറ്റ നോട്ട് ചെയ്ത് വെച്ച് കുഞ്ഞാറ്റയുടെ പോക്കറ്റ് മണി വെച്ച് കുഞ്ഞാറ്റ BTSന്റെ ഓറിയോ ബിസ്ക്കറ്റാ അത് വാങ്ങിച്ചു. ഇതേതാ ഫോൺ? അവൾക്ക് പഠിക്കാൻ. ചാർജർ. അപ്പം BTSന്റെ ഓറിയോ ഇതിലാണ് മാല ഇരിക്കണം. ഈ പെട്ടിയിൽ മാല ഇരിക്കുന്നുണ്ട്. മാല ചേച്ചി 12 മണിക്ക് കാണാം. ബൈ. നാളെ നമ്മുടെ ബർത്ത്ഡേയാണ്. ഇപ്പം സമയം 10:30 കഴിഞ്ഞ് 11 ആവുന്നു. 11 മണി കഴിഞ്ഞ്. പക്ഷെ ഞാൻ ജനിച്ചത് 25-ാം തീയതി രാത്രി 8:30-ക്കാണ് ഗൈസ്. 8:15. ബർത്ത്ഡേയുടെ കുരുവാണ് മൂക്കുമ്മ നെറ്റീമൊക്കെ. എൻ്റെ ബർത്ത്ഡേ ഗൈസ് അങ്ങനെ പറയാം. 18 നിയമപ്പില്ല. ഹാപ്പി ബർത്ത്ഡേ ടു. സമയം 12:50. ആ 60 ആവുമ്പോ നീ ഊതണം. ഇതിലെത്ര മെഴുതിരിണ്ടെന്ന് വിഷ്. ഗൈസ് കുഞ്ഞച്ച വരുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. അവിടെ ഓറിയോ കരിഞ്ഞു പോയി. കുഞ്ഞാരി കൊടുക്കും. കൊടുത്തു. ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഗൈസ്, അത് കിട്ടി. കുഞ്ഞാറ്റ നോക്കി സെലക്ട് ചെയ്ത് വാങ്ങിച്ചിട്ടുള്ളത് നിനക്ക്. കുട്ടി എല്ലാ വീഡിയോസിന്റെ വാങ്ങിച്ചു. നോക്കട്ടെ, കാണിച്ചേ. ഓക്കെ, കനണ്ടോ അത്യാവശ്യം. കൊല്ലം മുഴുവൻ ഇയർബഡ്. വീണ്ടും കല്ല് നിറച്ച് വെച്ചു. എന്നിട്ട് മാതിരി തന്നു. അല്ലാതെ കല്ല് നിറച്ച് വെച്ചേക്കാ. ആ മുടി കാരണം കൊണ്ട് വല്ലതും കാണാൻ.
മതി എടുക്കാം. സ്കൂള് വിട്ട് വന്നിട്ട് എന്താ പറയാ ഒരു ഒഴിവിലാണ്. പാവം ഇടയ്ക്ക് പാവം തോന്നും. പ്രൊമോഷന്റെ വീഡിയോ നമുക്ക് തന്നാൽ തന്നെ അവര് ആ സമയത്ത് കറക്റ്റ് സമയത്ത് കിട്ടിയില്ലെങ്കിൽ അവര് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. അപ്പം ഞാൻ നിർബന്ധിച്ചിട്ടായാലും പിന്നെ അവള് ആ സമയത്ത് ഓടിയെന്നതൊക്കെ ചെയ്യും. അപ്പൊ ഇതൊക്കെ ചെയ്യണേന് എൻ്റെ മോൾക്ക് ഞാൻ കൊടുത്തൊരു സമ്മാനമാണിത് കേട്ടാ. ഒരിക്കൽ പോലും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല മമ്മ ഈ പ്രൊമോഷൻ എത്ര രൂപയെ കിട്ടണം, എനിക്ക് എന്താ തന്നില്ലല്ലോ പൈസ. എൻ്റെ മോള് ചോദിച്ചിട്ടില്ല കേട്ടോ, ഇന്നുവരെയ്ക്ക് ചോദിച്ചിട്ടില്ല. അവള് ചെയ്തിട്ട് പോവും, അത്രേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഒന്നും അങ്ങനെ എടുത്തു വെക്കാനൊന്നും പറ്റാറില്ല. ഓരോരോ കാര്യങ്ങളായിട്ട് നമുക്ക് ചിലവുകളുണ്ട്. അപ്പം ഇതെനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ കുറച്ച് നാൾ കൊണ്ട് ഇതിൻ്റെ പിന്നാലെയായിരുന്നു. അവസാനം ശരിയായി. ആണോ? വിഷമിക്കണ്ട കേട്ടാ. നീ പ്രതീക്ഷിച്ചത് പ്രതീക്ഷിച്ചില്ല. അതെ, ഇവിടെ കുഞ്ഞാറ്റയുടെ അടുത്ത് പറഞ്ഞാണ്ടല്ലോ, കുഞ്ഞാറ്റ ആദ്യം ഇവളുടെ അടുത്ത് പോയി പറയും. അത് ഞാൻ കുഞ്ഞാറ്റോട് പറഞ്ഞു, കുഞ്ഞാറ്റ ഇത് ഞാൻ ടാബ് വാങ്ങിയതാണ്. സന്തോഷമായി ഗൈസ്. ഞാൻ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ഒക്കെ കിട്ടുമെന്ന്. അയ്യോ, ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. മറ്റേ ചെവിയിൽ വയ്ക്കുന്ന സംഭവം അത് ഓക്കെ. പക്ഷേ പാവം കണ്ടോ, പൈസ ഇല്ലാത്ത സമയത്ത് അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ വാങ്ങി തന്നപ്പോൾ എനിക്ക് സങ്കടം. പിന്നെ ഞാനതിന് ഡിസേർവ് ആണോന്ന് എനിക്ക് തോന്നിപ്പോയി. അതാണ് എനിക്ക് പെട്ടെന്ന് സങ്കടമായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റിയും ഒന്ന് നന്നാക്കാലോ, കുറച്ചും കൂടി ബെറ്റർ ആക്കാലോ. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ കഴിഞ്ഞിരിക്കുകയാണ്. 12-18 ഞാൻ പറയും അമ്മ അടുത്തിടയ്ക്ക് എനിക്ക് ഫോൺ മാറ്റണം. പക്ഷെ ഞാൻ വെറുതെ പറയണത്. അത് എനിക്കിങ്ങനെ ഈ ഫോൺ എനിക്കങ്ങനെ കുഴപ്പമൊന്നും എനിക്കിഷ്ടമാണ്. അതേതാണെന്നറിയോ? ഇത് 13 Pro. അപ്പോൾ ഗൈസ് നാളെ ഇനി ബാക്കി. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു മമ്മ. കുറെ പേരൊക്കെ വിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം റിപ്ലൈ കൊടുക്കണം. നിന്നെ 12 മണിക്ക് ആരും വിളിക്കുന്നു പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കാം നാളെ. അപ്പോൾ ഇനി ബാക്കി നാളെ ഞാൻ വിഷ് എല്ലാവർക്കും റിപ്ലൈ കൊടുത്ത് ഞാൻ കിടന്നുറക്കാം. iPhone 17 ഞാൻ ഒരിക്കലും എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് സോറി Pro Max. അപ്പം ഇനി നാളെ കാണാൻ മറക്കരുത്. ഇട്ടിട്ട് ഓക്കെ, ഗുഡ് നൈറ്റ്.